الحمد لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇബാദത്താണ് രാത്രിയിലുള്ള നമസ്കാരം. രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറയുമ്പോൾ അതിന് പല പേരുകളുണ്ട്. സ്വലാത്തുൽ ലൈൽ, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ, തറാവീഹ്, ഇങ്ങനെയൊക്കെ പേരുണ്ട്. പക്ഷേ എല്ലാതും വ്യത്യസ്തമായ നമസ്കാരങ്ങളല്ല. എല്ലാ നമസ്കാരങ്ങളും ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ നമസ്കാരങ്ങൾ എല്ലാം ഒന്നാണ് എന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, സ്വലാത്തുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള നമസ്കാരം എന്നർത്ഥം. രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൊണ്ടാണ് അതിന് തഹജ്ജുദ് എന്ന് പറയുന്നത്. രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നിർവഹിക്കുന്നത് കൊണ്ടാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അപ്പോ അസ്വലാത്തു ഫിൽ ലൈലി തുസമ്മാ തഹജ്ജുദൻ വതുസമ്മാ ഖിയാമുൽ ലൈൽ. മഹാനായിട്ടുള്ള അൽ അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ തന്റെ മജ്മൂ ഫതാവയിൽ രേഖപ്പെടുത്തുകയാണ്, അസ്വലാത്തു ഫിൽ ലൈൽ, രാത്രിയിലുള്ള നമസ്കാരം അഥവാ ഇഷാ നമസ്കാരം കഴിഞ്ഞ്, ഇഷാഇന്റെ സുന്നത്തും കഴിഞ്ഞ് ഫജ്ർ ബാങ്കിന്റെ ഇടയിൽ നമസ്കരിക്കുന്ന ആ നമസ്കാരം, അതിന് അസ്വലാത്തു ഫിൽ ലൈലി തുസമ്മാ തഹജ്ജുദൻ, തഹജ്ജുദ് എന്ന് പറയുന്ന. അപ്പോൾ രാത്രിയിലുള്ള നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴാണ് അതിന് തഹജ്ജുദ് എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ്. വതുസമ്മാ ഖിയാമുൽ ലൈൽ, ഇതിന് ഖിയാമുൽ ലൈൽ എന്നും പറയും എന്നാണ്. ഇത് ഷെയ്ഖ് അൽ അല്ലാമ ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഞാൻ വായിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള ഇമാം മാവർദി ഹിജ്റ 450 വഫാത്തായ മഹാനാണ്. ആ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അൽ ഹാവി അൽ കബീർ എന്ന് പറയുന്ന കിതാബ്, അൽ ഹാവി അൽ കബീർ ഫി ഫിഖ്ഹി മദ്ഹബിൽ ഇമാം ഷാഫിഈ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, അന്ന സ്വലാത്ത തഹജ്ജുദി ഹിയൽ വിത്റു നഫ്സുഹാ വഖദ് സ്വറഹ ബിഹി ഷാഫിഈ ഫിൽ ഉമ്മ. അതായത് മഹാനായിട്ടുള്ള ഇമാം മാവർദി പറയുകയാണ്, തീർച്ചയായും തഹജ്ജുദ് തന്നെയാണ് വിത്ർ. പിന്നെ എന്തുകൊണ്ടാ വിത്ർ എന്ന് പറയുന്നത്? അത് ആ അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് വിത്ർ എന്ന് പറയുന്നത്. വിത്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഭാഷാപരമായ അർത്ഥം ഒറ്റ എന്നാണ്. അപ്പൊ രാത്രിയിലുള്ള ഈ നമസ്കാരം ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് വിത്ർ എന്ന് പേര് പറയപ്പെടുന്നത്. അപ്പൊ തഹജ്ജുദ് അത് തന്നെയാണ് വിത്ർ എന്നാണ് ഇമാം മാവർദി രേഖപ്പെടുത്തുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു, വഖദ് സ്വറഹ ബിഹി ഷാഫിഈ റഹിമഹുല്ലാ ഫിൽ ഉമ്മ. അൽ ഉമ്മ എന്ന് പറയുന്ന ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ല വളരെ കൃത്യമായി തീർച്ചയായും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇമാം മാവർദി ഇവിടെ പറയുന്നത്. അപ്പോൾ
ഈ നമസ്കാരങ്ങളൊക്കെ തറാവീഹ് എന്ന് പറയുന്നത് വിശ്രമിച്ചുകൊണ്ട് ഈ രണ്ട് റക്അത്ത് നമസ്കരിച്ച് വിശ്രമിച്ച് നമസ്കരിക്കുന്നത് കൊണ്ടാണ് വിശ്രമം എന്നുള്ള ആ അർത്ഥത്തിൽ സ്വലാത്തു തറാവീഹ് എന്ന പേര് വിളിക്കപ്പെടുന്നത്. അവസാനത്തിൽ ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കുന്നത് കൊണ്ടാണ് വിത്ർ എന്ന് പേര് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് കൊണ്ടാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. രാത്രിയിലുള്ള നമസ്കാരം എന്നുള്ള നിലക്കാണ് ഖിയാമുൽ ലൈൽ, സ്വലാത്തുൽ ലൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു നമസ്കാരമാണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇതൊക്കെ വ്യത്യസ്തമായ നമസ്കാരങ്ങളാണ് എന്നുള്ളതാണ്. അത് തെറ്റായ ധാരണയാണ് എന്നാണ് ഇവിടെ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, ഈ സ്വലാത്തുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലെങ്കിൽ വിത്ർ, ഇങ്ങനെ പല പേരുകളുണ്ടെങ്കിലും ഒറ്റ നമസ്കാരം മാത്രമേ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പാടുള്ളൂ. ആ നമസ്കാരം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിയോട് വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഹേ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, നബിയെ വിളിക്കാൻ, ഖും എഴുന്നേൽക്കുക, ഖുമിൽ ലൈൽ രാത്രിയിൽ നീ എഴുന്നേൽക്ക്, എന്നിട്ടോ ഇല്ലാ ഖലീല രാത്രിയുടെ അല്പം ഭാഗമൊഴിച്ച് എഴുന്നേറ്റ് നീ നമസ്കാരം നിർവഹിക്ക്. നിസ്ഫഹു രാത്രിയുടെ പകുതിയാവട്ടെ, അത് ഒരു രാത്രിയുടെ പകുതി മുഴുവൻ നമസ്കരിക്കാനാണ് അല്ലാഹു തആല മുഹമ്മദ് നബിയോട് പറയുന്നത്. എന്നിട്ട് പറയുന്നു അവിൻഖുസ് മിൻഹു ഖലീല, അതിൽ നിന്ന് അല്പം കുറച്ചോളൂ, അതായത് രാത്രിയുടെ പകുതിയിൽ നിന്ന് അല്പം കുറച്ചോളൂ, അത്ര നമസ്കരിച്ചാലും കുഴപ്പമില്ല. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയേക്കാൾ അല്പം വർദ്ധിപ്പിച്ചോളൂ, കുഴപ്പമില്ല. എന്നിട്ട് പറയുന്നു വറത്തിലിൽ ഖുർആന തർതീല, നീ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് സാവകാശം പാരായണം ചെയ്യുക. സൂറത്തുൽ മുസ്സമിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അപ്പൊ ഇത് രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്, അതായത് തഹജ്ജുദിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏത് പേര് പറഞ്ഞാലും ആ നമസ്കാരത്തെ കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊരായത്ത് സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായത്തിലെ 79-ാമത്തെ സൂക്തം, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. വമിനൽ ലൈൽ രാത്രിയിൽ നിന്നും, ഫതഹജ്ജദ് ബിഹി നബിയെ നീ എഴുന്നേൽക്ക്, ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് നീ തഹജ്ജുദ് നിർവഹിക്ക്. നാഫിലതൻ ലക, അത് നിനക്കൊരു നാഫിലത്താണ്, അതായത് പിന്നെ അധികമായിട്ടുള്ള ഒരു സൽക്കർമ്മമാണ്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, നിന്റെ രക്ഷിതാവ് നിന്നെ സ്തുത്യർഹമായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. പരലോകത്ത് മുഹമ്മദ് നബിക്ക് കിട്ടുന്ന വലിയ സ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നബിയോടാണ്. ഈ ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പല മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രിയിലുള്ള നമസ്കാരം ഫറളായിരുന്നു, നിർബന്ധമാണ് എന്നുള്ളതാ. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ബലവത്തായൊരു സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദയാണ്, ഫറളല്ല, പക്ഷെ വളരെ സുപ്രധാനമായ സുന്നത്താണ്. ഇതിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആനിൽ സ്വർഗാവകാശികളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ പറയുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, ആ ആളുകൾ സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യതകളുടെ കൂട്ടത്തിൽ ഒന്ന്, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവരായിരുന്നു. രാത്രിയിൽ നമസ്കരിക്കുക. വൃദ്ധരായ രോഗികളായ ആളുകൾക്ക് ഇരുന്ന് കിടന്നൊക്കെ നമസ്കരിക്കാം, പക്ഷേ സാധിക്കുന്ന ആളുകൾ നിന്ന് തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ദീർഘമായി പാരായണം ചെയ്യുക. അത് ഖുർആൻ ഹിഫ്ളില്ലാത്ത ആളുകൾക്ക് നോക്കി പാരായണം ചെയ്യാം. ദീർഘമായി റുകൂഉം സുജൂദും ചെയ്യുക. അങ്ങനെ ആത്മാർത്ഥമായി കൊണ്ട്
അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ രാത്രിയിലെ സമയം കണ്ടെത്തുക എന്നുള്ളത് അതായിരുന്നു സ്വർഗാവകാശികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൽപ്രവർത്തനം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 17-18 വചനങ്ങളിൽ സൂചിപ്പിക്കുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രിയിൽ അല്പം മാത്രമാണ് ഉറങ്ങാറ്. വബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരെന്ത് ചെയ്യും? ഹും യസ്തഗ്ഫിറൂൻ, അവർ റബ്ബിനോട് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് യാചിക്കുകയാണ്, തേടുകയാണ്. അഥവാ അള്ളാഹുവിനോട് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതായിരുന്നു സ്വഹാബത്തിന്റെ അതുപോലെ തന്നെ മുൻഗാമികളുടെ ഒക്കെ രീതി എന്നുള്ളതാണ്. അപ്പോൾ രാത്രി നമസ്കാരത്തിന്റെ തഹജ്ജുദിന്റെ ശ്രേഷ്ഠതയാണ് ഈ പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഹജ്ജുദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളായ ഫാത്തിമയുടെയും അവരുടെ ഭർത്താവായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ വീട്ടിൽ ചെന്ന് അവരുടെ വാതിലിൽ മുട്ടും. അലാ തുസ്വല്ലിയാൻ, നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ എന്നവരോട് ചോദിക്കുന്ന, നിർബന്ധം എന്നുള്ള അർത്ഥത്തിലല്ല, തീർച്ചയായും എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന അർത്ഥത്തിലല്ല, അതിന് പ്രേരിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 1135 നമ്പർ വചനം, അതിൽ നമുക്ക് കാണാം, ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ 1308 നമ്പർ വചനം എന്താ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഅയ്ഖല ഇംറഅതഹു. ഒരു മനുഷ്യൻ, അവന് റബ്ബ് റഹ്മത്ത് ചെയ്യട്ടെ, അവൻ രാത്രിയിൽ എഴുന്നേൽക്കുന്നു, നമസ്കരിക്കുന്നു, തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു. അങ്ങനെ അവൾ വിസമ്മതിച്ചാൽ അവളുടെ മുഖത്ത് നളഹ ഫീ വജ്ഹിഹാ, അല്പം വെള്ളം അവളുടെ മുഖത്ത് തെളിക്കുക, കോരി ഒഴുക്കുകയല്ല, നളഹ ഫീ വജ്ഹിഹാ അൽമാ, അവളുടെ മുഖത്ത് അല്പം വെള്ളാക്കുക. ഇനിയോ, റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത്ത്, ഒരു സഹോദരി, സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സഹോദരി, അവൾ രാത്രിയിൽ അതാ എഴുന്നേൽക്കുന്നു, എന്നിട്ട് നമസ്കരിക്കുന്നു. എന്നിട്ടോ വഅയ്ഖലത സൗജഹാ, തൻ്റെ പ്രിയതമനെ അവൾ വിളിച്ചുണർത്തുകയാണ്, ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. ഫൈൻ അബാ, അദ്ദേഹമെങ്ങാനും വിസമ്മതിച്ചാൽ നളഹത് ഫീ വജ്ഹി അൽമാ, അപ്പോ അവള് അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം തെളിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രാത്രിയിലുള്ള നമസ്കാരം. ഇപ്പൊ പകലിൽ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു, ആ നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് രാത്രിയിലുള്ള ഈ തഹജ്ജുദ് നമസ്കാരത്തിന്, അല്ലെങ്കിൽ സ്വലാത്തുൽ ലൈലിന് എന്ന് നമ്മൾ അറിയുക. കാരണം എന്താ? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സുഖകരമായ ഉറക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വുളു ചെയ്ത് വായ വൃത്തിയാക്കി പല്ല് ശുദ്ധിയാക്കി അങ്ങനെ വുളുവൊക്കെ എടുത്ത് എഴുന്നേറ്റ് ആത്മാർത്ഥമായി കൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ ആ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റക്ക് രാത്രിയിൽ ഉറക്കൊഴിവാക്കി അല്പം ത്യാഗം ഒക്കെ വേണം. അപ്പൊ തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, രാത്രിയിൽ ഏകാന്തനായിക്കൊണ്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കാം, പക്ഷെ എങ്കിലും ഒറ്റക്കൊക്കെ നമസ്കരിക്കുമ്പോൾ റബ്ബിനോട് ഇങ്ങനെ ആ പ്രാർത്ഥനകളുടെ ഒക്കെ അർത്ഥമൊക്കെ ആലോചിച്ച്, ആയത്തുകളുടെ അർത്ഥം ആലോചിച്ച് റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ ഒക്കെ നമസ്കരിക്കുമ്പോൾ ആ ഇബാദത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആസ്വാദനം
മനസ്സിനുണ്ടാകുന്ന ഒരു പ്രകാശം, അതൊക്കെ നമ്മൾ പ്രത്യേകം അറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുസ്സമ്മിലിൽ 6-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. തീർച്ചയായും രാത്രിയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത് അത് കൂടുതൽ ശക്തമായിട്ടുള്ള ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വാക്കുകൾ അത് നന്നാക്കി തീർക്കുന്നതാണ്. അത് മനുഷ്യന് വളരെയധികം ഈമാനികമായിട്ടുള്ള ആവേശവും ഉന്മേഷവും ഉണ്ടാക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന ഒരു രംഗം സുജൂദാണല്ലോ. എന്നാൽ ഒരു ഹദീസിൽ കാണാം, ഇമാം തിർമിദി, ഇമാം നസായി തുടങ്ങിയിട്ടുള്ള മഹാന്മാർ അവരുടെ സുനനുകൾ രേഖപ്പെടുത്തുന്ന ഒരു വചനം, അൻ അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഖറബ മാ യകൂനു റബ്ബു അസ്സ വജല്ല മിനൽ അബ്ദി ജൗഫൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ അന്തർഭാഗത്ത്, അതായത് രാത്രിയുടെ അവസാന ഭാഗത്ത് ഉന്നതനും പ്രതാപവാനുമായ അള്ളാഹു തൻ്റെ ദാസനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് فإن استطعت أن تكون ممن يذكر الله عز وجل في تلك الساعة فكن. ആ അള്ളാഹു തൻ്റെ ദാസന്മാരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ സമയത്ത് പ്രത്യേകം നീ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നീ അതിന് തയ്യാറാകുക എന്നാണ്. കാരണം ഫഇന്ന സ്വലാത്ത മഹ്ലൂറത്തുൻ മഷ്ഹൂദത്തുൻ ഇലാ തുലൂഇ ശംസ്. തീർച്ചയായും ആ സമയത്തുള്ള നമസ്കാരം ഉണ്ടല്ലോ, അത് പ്രത്യേകം ഹാജരാക്കപ്പെടുന്നതും സാക്ഷ്യം വഹിക്കപ്പെടുന്നതുമാണ് പ്രഭാതോദയം വരെ, സൂര്യോദയം വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. എന്താ ചോദിക്കുന്നത്? അഫ്ളലു സ്വലാ, നമസ്കാരങ്ങളുടെ കൂട്ടത്തില് ബഅദൽ മക്തൂബ, ഫറള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം ഏതാണ്? അപ്പോ റസൂലുള്ളാഹി പറയാണ്, അഫ്ളലു സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ. അതായത് ഫറള് നമസ്കാര ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭ്യമാകുന്ന നമസ്കാരം എന്ന് പറയുന്നത് അസ്വലാത്തു ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുടെ അന്തർഭാഗത്ത് നമസ്കരിക്കുന്ന ആ നമസ്കാരമാകുന്നു എന്നാണ്. ഇത് തഹജ്ജുദിനെ കുറിച്ചും ഖിയാമുൽ ലൈലിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. ഇത് സഹീഹ് മുസ്ലിമിലെ 1163 വചനമാണ്. സഹോദരങ്ങളെ, എപ്പോഴാണ് നമ്മൾ ഈ നമസ്കാരം നിർവഹിക്കേണ്ടത്? ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസിൽ കാണാം, രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ആ സമയം എല്ലാ രാത്രിയിലുമുണ്ട് എന്നുള്ളതാണ്. എന്താണത്? അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഫിൽ ലൈലി ലസാഅ. അതായത് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, രാത്രിയിൽ തീർച്ചയായും ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹു ഇയ്യാഹു. തീർച്ചയായും രാത്രിയിലെ ആ പ്രത്യേകമായിട്ടുള്ള സമയത്ത് ഒരു മുസ്ലിമായ ദാസൻ റബ്ബിനോട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടുമുള്ള ഖൈറ്, നന്മ റബ്ബിനോട് ചോദിച്ചാൽ, സംഭവം രാത്രിയിലെ ദുആക്കുത്തരം കിട്ടുന്ന ഒരു പ്രത്യേകമായ സമയമുണ്ട്.
ആ സമയത്തെങ്ങാനും എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് ദുനിയവിയായിട്ടും മുഹ്റവിയായിട്ടുമുള്ള ഭൗതികവും പാരത്രികവുമായിട്ടുള്ള നന്മകളുടെ കൂട്ടത്തിൽ വല്ലതും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇല്ല അഅ്താഹു ഇയ്യാഹു, അവനാ പ്രാർത്ഥിക്കുന്ന സമയം അള്ളാഹു നിശ്ചയിച്ച സമയത്താണ് എങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമാകാതിരിക്കുകയില്ല. അഥവാ അവനെന്താണോ ചോദിച്ചത് അത് അവന് ലഭ്യമാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ ആ സമയത്ത് റബ്ബിനോട് സന്താനങ്ങളെ ചോദിച്ചാൽ അവർക്കത് ലഭ്യമായേക്കും. അതുപോലെ തന്നെ ഒട്ടനേകം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മനോവിഷമങ്ങൾ അനുഭവിക്കുന്ന, കുടുംബത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഈ സമയത്ത് പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക, റബ്ബിനോട് ചോദിക്കുക. അങ്ങനെ റബ്ബിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച ആ സമയത്താണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന അത് സഫലമാകും. അത് തീർച്ചയായും അതിന് ഉത്തരം ലഭ്യമാകും എന്ന് മനസ്സിലാക്കുക. വദാലിക കുല്ല ലൈല, അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ഇതെല്ലാ രാത്രിയിലും ഉണ്ട് എന്നുള്ള, ഈ സമയം എല്ലാ രാത്രിയിലും ഉണ്ട് എന്നാ പറയുന്നത്. ഇത് സ്വഹീഹായ ഹദീസാണ്. നമ്മളിവിടെ പറയുന്നത് സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ്. സഹീഹ് മുസ്ലിമിലെ 757 വചനമാണിത്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, രാത്രി നമസ്കാരത്തിന്, ഖിയാമുൽ ലൈലിന്, അതല്ലെങ്കിൽ തഹജ്ജുദിന് ഏറ്റവും പ്രധാനപ്പെട്ട, എപ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മൾ മനസ്സിലാക്കുക? രാത്രി എന്ന് പറയുന്ന സൂര്യൻ അസ്തമിച്ചത് മുതൽ പ്രഭാതോദയം, സൂര്യോദയമല്ല പ്രഭാതോദയം വരെ അതിനിടയിലുള്ള ഈ സമയമുണ്ടല്ലോ, ആ സമയം നമ്മളൊരു അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്ന്, 3 ഭാഗങ്ങളാക്കിയാൽ അതിൻ്റെ അവസാനത്തെ മൂന്നിലൊന്നുണ്ടല്ലോ, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ينزل ربنا تبارك وتعالى كل ليلة إلى سماء الدنيا حين يبقى ثلث الليل الآخر يقول من يدعوني فأستجيب له من يسألني فأعطيه من يستغفرني فأغفر له. ഇത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള വചനമാണ്. എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരുപോലെ വന്നിട്ടുള്ള ഒരു വചനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അവിടെ നിന്ന് പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ, ഓരോ രാത്രികളിലും നമ്മുടെ അത്യുന്നതനായ അനുഗ്രഹീതനായിട്ടുള്ള പരിശുദ്ധനായ റബ്ബ് ഇറങ്ങുന്നു. എവിടേക്ക്? ഇലാ സമാഇ ദുനിയാ, ഈ ഈ ദുനിയാവിനോട് അടുത്ത് നിൽക്കുന്ന ആകാശത്തിലേക്ക് എന്ന് പറഞ്ഞ 1-ാം ആകാശത്തേക്ക്. എപ്പോഴാ ഇറങ്ങി വരിക? ഹീന യബ്കാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ. യഖൂൽ, എന്നിട്ട് അല്ലാഹു തആല പറയും. എന്താ പറയാ? മയ്യദഊനി, ആരുണ്ട് എന്നോട് തേടാൻ, എന്നോട് ദുആ ചെയ്യുവാൻ ആരുണ്ട്? ഫഅസ്തജീബ ലഹു, ഞാൻ അവന്റെ ദുആക്ക് ജവാബ് നൽകുന്നതാണ്, ഉത്തരം നൽകുന്നതാണ്. മയ്യസ്അലുനി ഫഉതിയഹു, ആരുണ്ട് എന്നോട് തേടാൻ ഞാനത് അവന് നൽകും. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്, രാത്രിയെ 9 മണിക്കൂറാണ് ഇപ്പോൾ രാത്രി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 9-ലെ ആദ്യത്തെ 6 മണിക്കൂറിന് കഴിഞ്ഞാൽ എഴുന്നേൽക്കുക, വുളു ചെയ്യുക, ദന്തശുദ്ധീകരണമൊക്കെ വരുത്തി വായ വൃത്തിയാക്കി വുളുവൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടെ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായിട്ട് നമസ്കരിക്കുക. എന്നിട്ട് നമസ്കാരത്തിൽ സുജൂദിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അതുപോലെ പ്രാർത്ഥിക്കുക. ദീർഘമായ സുജൂദ്. നബിയൊക്കെ അങ്ങനെയായിരുന്നു. 3 വട്ടം സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കല്ലേ, മറിച്ച് ധാരാളമായിട്ട് പിന്നെന്ത് ചെയ്യുക? ദീർഘമായി സുജൂദ് ചെയ്യുക.
അതാണ് സുജൂദുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഹദീസിൽ കാണാം, ഇപ്പൊ രാത്രിയിൽ ഇങ്ങനെ യാതൊരു ബോധമില്ലാതെ ഉറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ഹദീസിൽ, അഥവാ അത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വചനമാണ്. സഹീഹുൽ ബുഖാരിയിൽ 1145, സഹീഹ് മുസ്ലിമിൽ 758 നമ്പറുകളിൽ വന്നിട്ടുള്ള ഒരു വചനമാണത്. എന്താ സംഭവം എന്ന് അറിയും സുഹൃത്തുക്കളെ? അതായത് പിശാച്ച് ഇങ്ങനെ ഒരു ബോധം ഇല്ലാതെ ഉറങ്ങുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ 3 കെട്ടിടുന്ന എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അതല്ല കെട്ടിടല്ല. അതായത് തടസ്സങ്ങൾ. എന്താണത്? 3 തടസ്സങ്ങൾ. എന്നിട്ടോ അവനോട് പറയും, അലൈ കലയിലുൻ തൊബീലുൻ ഫർഖുദ്, നീ ദീർഘമായി ഉറങ്ങിക്കോ, വലിയ ദീർഘമായ രാത്രിയെ നല്ലവണ്ണം ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ അവനെന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താ? ഇനി അവന് എഴുന്നേറ്റാലോ, അള്ളാഹിനെ ഓർത്ത് അവന് ഉണർന്നു. ഉണർന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുക. ഇനി ഹല്ലത്ത് ഉഖ്ദത്തുൻ, അപ്പോ ആ 3 കെട്ടിൽ ഒന്നഴിയുന്ന. ഫഇൻ തവല്ല, ഇനി വുളു ചെയ്താലോ, ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ, രണ്ടാമത്തെ കെട്ടഴിയും. ഫഇൻ സ്വല്ല ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ, ഇനി അവന് നമസ്കരിക്കുക കൂടെ ചെയ്താലോ അവന്റെ ആ കെട്ടുകളൊക്കെ അഴിയും. ഫഅസ്ബഹ നശീതൻ, അവന് ഉന്മേഷമുള്ളവനായി പ്രഭാതം പ്രാപിക്കും. ത്വയ്യിബൻ നഫ്സ്, നല്ല മനസ്സോടുകൂടെ. വഇല്ല അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, ഇല്ലെങ്കിലെയോ മ്ലേച്ഛനായിട്ടുള്ള ഒരാളായിട്ടായിരിക്കും അവന് പ്രഭാതം പ്രാപിക്കുക. എന്ന് മാത്രമല്ല, മടിയനായിട്ടുള്ള ഒരു മനസ്സായിരിക്കും അവനുണ്ടായിരിക്കുക എന്നുള്ളതാ. ഇത് സഹീഹുൽ ബുഖാരിയിൽ 1142, സഹീഹ് മുസ്ലിമിൽ 776 നമ്പറുകൾ വന്നിട്ടുള്ള വചനമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുവോളം രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചു. അത് കഥയല്ല, ഹദീസിൽ വന്നതാണ്. അതായത് യഖൂമു മിനൽ ലൈലി ഹത്താ തഫത്വറ ഖദമാഹുന, കാലിൽ നീര് വരുവോളം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചല്ലോ, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നമസ്കരിക്കുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങയുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കാല അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷകൂറാ, അപ്പോ നബി പറയാണ്, ആയിഷ, ഞാൻ റബ്ബിനോട് നന്ദിയുള്ള ഒരു ദാസനാകുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. മുത്തഫഖുൻ അലൈഹി, അതായത് സഹീഹുൽ ബുഖാരിയിലെ 4837, സഹീഹ് മുസ്ലിമിൽ 2820 നമ്പറുകൾ വന്നിട്ടുള്ള വചനമാണ്. സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സിലാക്കുക, രാത്രിയിൽ നബിയുടെ മറ്റൊരു സുന്നത്തുണ്ട്. അതായത് സഹീഹുൽ ബുഖാരിയിൽ 183 വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ രാത്രിയിലൊക്കെ നമ്മൾ തഹജ്ജുദിനൊക്കെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ ആ പായിൽ വെച്ച് തന്നെ വുളുവൊക്കെ ചെയ്യുന്നതിന് മുമ്പ് റസൂൽ എന്ത് ചെയ്യും? സൂറത്തു ആലി ഇമ്രാനിലെ ആയത്ത്, അതായത് ഹദീസിൽ കാണുകയാണ്, ഇസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ ഉണർന്നു. ഫജലസ യംസഹു നൗമ അൻ വജ്ഹി ബിയദിഹി, തന്റെ കൈ കൊണ്ട് മുഖത്ത് ഇങ്ങനെ ആ ഉറക്കൊക്കെ ഇങ്ങനെ തടവി. എന്നിട്ടോ സുമ്മ ഖറഅൽ അശ്റൽ ആയാതി അൽ ഖവാതിമ മിൻ സൂറത്തി ആലി ഇമ്രാൻ, എന്നിട്ട് സൂറ ആലി ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർൾ എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ അവസാനം വരെ ഓതി എന്നുള്ളതാണ് സഹീഹുൽ ബുഖാരിയിലെ 183 വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പ്രിയമുള്ളവരെ? നബി ഇങ്ങനെ ഈ അവസാനത്തെ ആലി ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകളൊക്കെ ഓതി എഴുന്നേറ്റ് വുളു ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വുളു ചെയ്ത് കഴിഞ്ഞാൽ തഹജ്ജുദ് നമസ്കരിക്കുക. പക്ഷേ തഹജ്ജുദ് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ലഘുവായി 2 റക്അത്ത് നമസ്കരിക്കുന്ന, തഹജ്ജുദ് എന്ന് പറയുമ്പോൾ ദീർഘമായി പാരായണം ചെയ്യുക, ദീർഘമായി റുകൂഉം സുജൂദൊക്കെ. എന്നാൽ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? 2 റക്അത്ത് ലഘുവായിട്ട് നമസ്കരിക്കുന്ന, അത് സഹീഹ് മുസ്ലിമിൽ വന്നതാണ്.
എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സഹീഹ് മുസ്ലിമിൽ 768 വചനമാണ്. അതിൽ കാണാം, ഇദാ ഖാമ അഹദുകും മിനൽ ലൈൽ, നിങ്ങളിൽ ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റാൽ. എന്നിട്ടോ എന്തിനാണ്? രാത്രിയിൽ നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ. ഫൽ യഫ്തതിഹ് സ്വലാതഹു ബിറകഅതൈനി ഖഫീഫതൈൻ, ലഘുവായി 2 റക്അത്ത് നീ നമസ്കരിക്കട്ടെ എന്നാണ്. അവന് നമസ്കരിക്കട്ടെ എന്ന്. അപ്പോൾ ലഘുവായി 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് തഹജ്ജുദ് എന്നുള്ള നിയ്യത്ത് കൊണ്ട് ആ തഹജ്ജുദ് നമസ്കരിക്കാറുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ. അപ്പോ നബിയുടെ ഒരു ഇതെന്താണ്? ഇങ്ങനെ തഹജ്ജുദ് നമസ്കരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. നിയ്യത്ത് പറയാൻ പാടില്ല, നിയ്യത്ത് മനസ്സിൽ കരുതുകയാണ് വേണ്ടത് എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയായി തഹജ്ജുദ് നമസ്കരിച്ചിരുന്നത്? എത്ര റക്അത്താണ് നമസ്കരിക്കേണ്ടത്? ഒരു കാര്യം മനസ്സിലാക്കുക, 11 റക്അത്ത്. അള്ളാഹിന്റെ റസൂൽ അതിലപ്പുറം വർദ്ധിപ്പിക്കാറേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടത്. മാകാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ എന്നാണ് സഹീഹുൽ ബുഖാരിയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ 11 റക്അത്ത് മാത്രമാണ് അവിടെ നിന്ന് നമസ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, 11-ലധികം നമസ്കരിച്ചിരുന്നു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെയും ദുർബലമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തൊരു ഗ്രന്ഥം കൊണ്ടും 11-ലധികം അള്ളാഹിന്റെ റസൂൽ നമസ്കരിച്ചു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം അതൊക്കെ എന്താണ്? തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ അറിയുക. ഇനി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം, ഈ തഹജ്ജുദ് നമസ്കാരം, അവ തഹജ്ജുദ് നമസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്തോടുകൂടെ നിർവഹിക്കുക. അത് 11 റക്അത്തെ നിർവഹിക്കാവൂ. പക്ഷെ ഈരണ്ടായി നമസ്കരിക്കണം. കാരണം റസൂലുള്ള മസ്ന എന്നാണ്, ഈരണ്ടായി നമസ്കരിക്കും. ഫൈദ ഖശിയ സുബ്ഹ സ്വല്ല വാഹിദ, അങ്ങനെ പ്രഭാതം അടുക്കാറായി കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യും? 1 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ട് ഔതറത ലഹു മാ സ്വല്ല, അങ്ങനെ ഒരു ഒറ്റയിൽ അവസാനിപ്പിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല റസൂൽ പറയും, ഇജഅലു ആഖിറ സ്വലാത്തികും വിത്റ, നിങ്ങൾ ഒറ്റയിൽ രാത്രിയിലുള്ള നമസ്കാരം അത് ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കാന്നാ. ഇജഅലു ആഖിറ സ്വലാത്തികും, നിങ്ങൾ നമസ്കാരത്തിന്റെ അവസാനത്തിലാക്കുവിൻ. എന്ത്? വിത്റാക്കുവിൻ. അപ്പൊ രാത്രിയുടെ ഇത് സഹീഹുൽ ബുഖാരി 472, സഹീഹ് മുസ്ലിമിൽ 751. അപ്പോ 11 റക്അത്ത് നമസ്കരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. 11 റക്അത്ത് വരെ ആകാന്നർത്ഥം. ഒരാൾക്ക് 1, 3, 5, 7, 9, 11 ഇങ്ങനെ നമസ്കരിക്കാം. പരമാവധി പോയാൽ 11 റക്അത്ത്. ഈ 11 എന്ന് പറയുന്നത് ആദ്യത്തെ 2 ലഘുവായ റക്അത്തുകൾ പറഞ്ഞല്ലോ, അത് കൂടാതെയാണ് 11. പക്ഷെ ഒരാൾക്ക് എന്നും 11 നമസ്കരിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ 9 നമസ്കരിക്കാം. ഇനി അതിന് കഴിയാത്ത ആളുകൾക്ക് 7 നമസ്കരിക്കാം. അതിന് കഴിയാത്ത ആളുകൾക്ക് 5 നമസ്കരിക്കാം. അതിന് കഴിയാത്തവർക്ക് 3 നമസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത് എന്നുള്ളതാണ്. ഇങ്ങനെ ഈരണ്ടായിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അവസാനത്തിലാണ് ഒറ്റ റക്അത്തായിട്ട് ആ വിത്ർ അവസാനിപ്പിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ചില ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? വിത്ർ നമസ്കരിക്കും. ചില ആളുകൾ ഒരു 3 റക്അത്ത് നമസ്കരിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അവർ വിത്ർ എന്നുള്ള നെയ്യത്തോടു കൂടെ ഇഷാന്റെ സുന്നത്ത് കഴിഞ്ഞാൽ 3 റക്അത്ത് വിത്ർ എന്നുള്ള നെയ്യത്തോടുകൂടെ നമസ്കരിക്കും. പിന്നെ രാത്രിയിൽ തഹജ്ജുദിന് എഴുന്നേൽക്കും. അപ്പൊ ഈ വിഷയത്തിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴാണ് ഇഷാന്റെ സുന്നത്ത് കഴിഞ്ഞാൽ നമസ്കരിക്കേണ്ടത്? ഉറങ്ങിപ്പോകും, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ സാധ്യതയില്ല എന്ന് ഭയപ്പെടുമ്പോഴാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഞാൻ ഉണരും എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഏകദേശം ഉണ്ട് എങ്കിൽ തീർച്ചയായും രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കാണ് വേണ്ടത്. കാരണം രാത്രിയുടെ അവസാനം നമസ്കരിക്കുന്നതിൻ്റെ ആ ശ്രേഷ്ഠത നമ്മൾ ഇവിടെ സവിസ്തരം പറയുകയുണ്ടായി.
അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ലത് മുഴുവനായിട്ടുള്ള ആ നമസ്കാരം മുഴുവൻ രാത്രിയുടെ അവസാന ഭാഗത്ത് നമസ്കരിക്കാൻ. എന്നാൽ ഉറങ്ങിപ്പോകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് ഇഷാന്റെ സുന്നത്ത് കഴിഞ്ഞാൽ വിത്ർ നമസ്കരിക്കാം. അങ്ങനെ വിത്ർ നമസ്കരിച്ച ഒരാൾ പിന്നെ രാത്രി ഉണരുകൂടെ ചെയ്താലോ, എന്നിട്ട് അപ്പം നമസ്കരിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അപ്പം 3 റക്അത്ത് 2ഉം 1ഉം നമസ്കരിച്ചാണ് ഇയാൾ കടന്നുറങ്ങിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രാത്രി പിന്നെ ഒരു 3:30 3:30 മണിക്കൊക്കെ എഴുന്നേൽക്കുകയാണ്. 5 മണിക്കാണ് സുബഹിയുടെ ബാങ്ക്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റു. അപ്പം അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് നമസ്കരിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്, പ്രിയമുള്ളവരെ, 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, 3 റക്അത്ത് ഉറങ്ങുന്നതിന് മുമ്പേ നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈരണ്ടായി നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് മഹാനായിട്ടുള്ള മുത്തബിഉ സുന്ന എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു മഹാരഥന്മാർ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ 3 റക്അത്ത് ഉണ്ടല്ലോ, ആ 1 റക്അത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. അങ്ങനെ 3 എന്നുള്ളത് 4 ആക്കുക. എന്നിട്ട് പിന്നെ ഈരണ്ടായി നമസ്കരിക്കുക. അവസാനം ഒറ്റ കൊണ്ട് അവസാനിപ്പിക്കുക. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നിർവഹിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്, ഫകാന ഇബ്നു ഉമർ മിമ്മൻ യറാ നഖ്ലൽ വിത്ർ, ആ വിത്ർ മുറിയും എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? യറാ നഖ്ലൽ വിത്ർന, ആ വിത്ർ മുറിയുന്ന, അതായത് 3 റക്അത്ത് നമസ്കരിച്ച് ഉറങ്ങിയ വ്യക്തി രാത്രിയുടെ അവസാന ഭാഗത്തിൽ എഴുന്നേൽക്കുന്നു, നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 1 റക്അത്ത് കൂടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആദ്യത്തെ വിത്ര മുറിയും. അങ്ങനെ അതെന്താണ്? ഇരട്ടയാവും. പിന്നെ 2 റക്അത്ത് വീണ്ടും നമസ്കരിക്കുക, അവസാനം ഒറ്റയായിട്ട് നമസ്കരിക്കുക. അതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ അഭിപ്രായം എന്ന് നമ്മൾ അറിയുക. എന്ന് മാത്രമല്ല, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രാത്രിയിൽ 2 വിത്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, രാത്രിയുടെ ആദ്യ ഭാഗത്ത് നമസ്കരിച്ച് ഉറങ്ങിയ ഒരാൾ, വിത്ർ നമസ്കരിച്ച് ഉറങ്ങിയ ഒരാൾ ഏറ്റവും നല്ലത് എന്ന് പറയാനുള്ളത്, എഴുന്നേറ്റ് 1 റക്അത്ത് കൂടെ നമസ്കരിച്ച് ഇരട്ടയാക്കുക, ബാക്കി ഈരണ്ടായിട്ട് നമസ്കരിക്കുക. എത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പക്ഷേ 11-ലധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നുകൂടെ മനസ്സിലാക്കുക. എന്നിട്ട് അവസാനം 1 റക്അത്ത് നമസ്കരിക്കുക. ഇങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ, നമ്മൾ ദീർഘമായി പാരായണം ചെയ്യുക, ദീർഘമായ റുക്കൂഉം സുജൂദൊക്കെ നിർവഹിക്കുക. എന്നാൽ അവസാനത്തെ 3 റക്അത്ത് അത് നമ്മൾ അറിയുക, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ എന്നുള്ള സൂറത്തുൽ അഅ്ല പാരായണം ചെയ്യുക. എന്നിട്ട് അടുത്ത റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ ഇഖ്ലാസ്, അതിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും, സൂറത്തുൽ കാഫിറൂൻ എന്നും പറയും. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും അവസാനത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഈ രാത്രി നമസ്കാരം എന്ന് പറയുന്നത് ഉറക്കെ ഓതി നമസ്കരിക്കേണ്ടതുണ്ടോ, പതുക്കെ ഓതി നമസ്കരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അല്പം ഉറക്കോതി നമസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പതുക്കെ ഓതുന്നതിനും വിരോധമില്ല എന്ന് അറിയുക. അതോടൊപ്പം തന്നെ ചില ആളുകൾക്കുള്ള ഒരു സംശയം, വളരെ പ്രായം ചെന്ന ഒരാളാണ് വീട്ടിലുള്ളത്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ വയ്യ. അപ്പോൾ ഇരുന്ന് നമസ്കരിക്കാൻ അതിന് വിരോധമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് തഹജ്ജുദ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണിത്. ഇത് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ് എന്നോർക്കുക. റുക്കൂഉം സുജൂദും ഒക്കെ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ പറയണ്ടായി. രാത്രി നമസ്കാരത്തിൽ പ്രിയമുള്ളവരെ ദീർഘമായി പാരായണം ചെയ്യുക മാത്രമല്ല, റുക്കൂഉം സുജൂദും, അതാണ് നബി ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്,
ഈ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് സുബഹിന്റെ ബാങ്കിന് ഒരു 50 ആയത്ത് ഗ്യാപ്പ്, അത്ര സമയം നമ്മൾ കാണണം. ആ രൂപത്തിൽ നമ്മുടെ ഈ തഹജ്ജുദ് നമസ്കാരം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. എന്നാൽ ഒരാളിങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കാനായി, അപ്പോൾ ഉടനെ അദ്ദേഹം വിത്ർ നമസ്കരിക്കാൻ അവസാനത്തെ ഒറ്ററക്കായത്ത്, അങ്ങനെ ഒറ്ററക്കായത്ത് നമസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അത് പൂർത്തീകരിക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ സ്ഥിരം നമസ്കരിക്കുന്ന ഒരാൾ ഒരു ദിവസം രോഗിയായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ ഉറങ്ങിപ്പോയി, അപ്പോൾ തീർച്ചയായിട്ടും പകലിൽ ഈ രാത്രി നമസ്കാരം പകലിൽ ആ നിയ്യത്തോടുകൂടെ നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, സഹീഹ് മുസ്ലിമിൽ വന്നതുപോലെ 11 എന്നുള്ളതിന് 12 റക്അത്തായിട്ട്, അതായത് അവസാനത്തിൽ ഇരട്ടയായിട്ട് നമസ്കരിക്കണം. അത് പകലിൽ നമസ്കരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. അത് സഹീഹ് മുസ്ലിമിൽ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ള ഒരു വിഷയമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ അറിയേണ്ട കാര്യം. ഒരു കാര്യം കൂടെ ഉണർത്തുന്നു, നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെ അർത്ഥവത്തായി അർത്ഥമാലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമസ്കാരത്തിനിടയിൽ, ഈ നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, പാപമോചന പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണെന്നറിയുക. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.